അപ്പോൾ നമ്മുടെ മുഹറം 9 നോമ്പ് തുറക്കാനുള്ള എല്ലാ സജ്ജീകരണം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. മാള് തകർത്ത് താണ്ഡവമാനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടില്ല, നേരം വെക്കിക്കണ്. കുറച്ച് ലേറ്റ് ആയില്ല. ഇന്നൊരു സ്ഥലം വരെ അതിന്റെ അടി കൂടെ അർജന്റ് ആയിട്ട് പോയി. സ്ഥലം വരെ പോയി, അതുകൊണ്ടല്ല റീൽസ് എടുക്കാൻ പോയി, അങ്ങനെ കൂടി കുറച്ച് നേരം വെക്കി. അതെ, പക്ഷെ ഐറ്റംസുകൾ മണൊക്കെ കേട്ടിട്ട് അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട്. മണത്തിനായിട്ടില്ല, പക്ഷെ മണം വരുന്ന ഇവിടുന്ന കറി കഴിക്കണം. കറി ആയില്ല, ചിക്കൻ കറി റെഡി ആയില്ല. ചിക്കൻ കറി റെഡി ആയിക്കണേ. ഇത് പിന്നെ എക്സ്ട്രാ ഒരു പണി ഉണ്ടാക്കി തന്നാണ് ചിക്കൻ പൊരിച്ചാന്. പിന്നെ നമ്മളെ മോനൊക്കെ ഉള്ളതല്ലേ. അതെ, മോന് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ മോന് രാവിലെ ഞാന് ഉറങ്ങി 8:45 എന്നെ വന്ന് ഉണർത്തിയ മോനാണ്. അപ്പൊ മുഹറത്തിന്റെ ലീവില് വന്നാണ് അല്ലേ? ഇനി തിങ്കളാഴ്ച പോകുള്ളൂ. തിങ്കളാഴ്ച നിങ്ങൾ രാവിലെ കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ പോകും. ഞായറാഴ്ച വൈകുന്നേരം പോകണല്ലേ? ഞായറാഴ്ച വൈകുന്നേരം പോയാൽ അവിടെ ആരും ഉണ്ടാവില്ല. തിങ്കളാഴ്ച എത്തല് നമ്മൾ നോക്കാം. രാവിലെ വെക്കേറ്റിൽ പോക്കണ്ട. തിങ്കളാഴ്ച പറ്റും എനിക്ക്. രാവിലെ നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബൈക്കേരി നല്ല രസം ഉണ്ടാവും. അപ്പോ ഇതെന്താണ് ഉപ്പേരിക്ക? എന്താ ഐറ്റം അത്? ചിക്കന്. അപ്പൊ ചിക്കനായിട്ട് എന്തോ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ ഉപ്പേരി, പിന്നെ ചിക്കൻ ഫ്രൈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഐജെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇത് ഉണ്ടാക്കാനുള്ള എനിക്കെല്ലാം അറിയുള്ളൂ. ഒരു തോരൻ പോലെ അവർ തോരൻ്റെ കട്ടുണ്ട്, കാബേജ് തോരനൊക്കെ ഉണ്ടാക്കും പോലെ ഉണ്ട്. അപ്പൊ എന്താണ് ഐറ്റം എന്നല്ല ഇപ്പൊ പറഞ്ഞുതരാം. പിന്നെ പൊറാട്ട കടി ഉണ്ടാക്കിയിട്ടില്ല. ചൂടുള്ള പൊറാട്ടയാണ്, സ്പെഷ്യൽ പൊറാട്ട. തിന്നാൻ നമ്മൾ ചൂടാറും. അപ്പൊ ജ്യൂസ് അടിച്ചാലുള്ള പണി ഭാവാക്കാണ്. ബത്തക്കുണ്ട്. ഇന്ന് ഒരു നേരക്കും വിടൂല ഞാൻ. ഒരു കുറവും വരരുത് ഇന്നത്തെ കാര്യം. നാളെ ചിലപ്പോ ഉണക്കരി ഉണ്ടാവുള്ളൂ, പറയാൻ പറ്റൂല എങ്ങനെയാ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒന്നും ഇല്ലായിരിക്കട്ടെ. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശേഷം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. മാളിന് കൂടുതൽ പഞ്ചസാര ഇടാൻ പറ്റൂല. എനിക്ക് തീരെ വേണ്ട. മാളിന് ഇഷ്ടം നാരങ്ങ വെള്ളമാണ്. എനിക്ക് നാരങ്ങ വെള്ളമാണ് ഇഷ്ടം. എനിക്ക് ജ്യൂസിനെക്കാട്ടും ഇഷ്ടം നാരങ്ങ വെള്ളമാണ്. അപ്പോൾ ഐറ്റംസ് ഇത് എന്താണ് സംഭവം, എന്തൊക്കെ പരിപാടി നോക്കാൻ പറ്റാ, എന്താ ഉണ്ടാക്കുന്നതല്ല. നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടില്ല ആളെ. നല്ല ഉഴുന്ന് ദോശ മാതിരിയൊക്കെ പരത്തി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നോക്കാം എന്തൊക്കെയാ ആയി തീരാന്നുള്ളത് കേട്ടോ. അല്ലോ എന്താ അറിയാ. അപ്പോൾ അതിക്കുള്ള മസാലയാണിത്. ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള മസാല ഇട്ടത് അല്ല, കാബേജ് തോരനല്ല. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നു നോമ്പ് ഇല്ല, പൊതിയ എങ്ങാണ്ട് ഇതൊക്കെ നോക്കി ഇവിടെ ഒരു മൂലയിൽ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഞാൻ എടുക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കേണ്ടത്. അതാണ് ചിക്കൻ ഫ്രൈൻ്റെ ഇട്ടാപട്ടത്തിൽ നിന്നാണ് കറക്കത്. അവിടെ ഈ മൂലയിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്. എടുത്ത് അടിച്ച് മാറ്റാനുള്ള നോട്ടാണ് നോക്കണത്. ഇതാ കണ്ടങ്ങൾ കണ്ണൈമക്കാണ്. മനസ്സിലായ? ഓക്കെ. അപ്പോൾ ആ ദോശ എങ്ങനെ ആയിട്ടുണ്ടല്ലേ മാളോ? ചട്ടിപ്പത്തിരിയാണ്. ചിക്കൻ കറി ഇത് തേങ്ങ അരച്ച് വയ്ക്കാൻ കൂടി ഉണ്ട്. ഇതാ ചട്ടിപ്പത്തിരിൻ്റെ മസാലയ്ക്ക് ഇതാ ഇതിൽ വെച്ച് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടിയിലെന്തേ ഉണ്ടാ, എന്നിട്ട് മേലെ മാവ് ഇട്ട് കൊടുക്കുക. മാവ് എന്തൊക്കെയാണ് കോഴിമുട്ട മാത്രമേ ഉള്ളൂ. കോഴിമുട്ടയാണ് ഇതിൻ്റെ മേലെ വയ്ക്കണിട്ട്. ഇത് ജസ്റ്റ് ബാക്ക് ചെയ്തെടുക്കുകയാണ്. ബാക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ചെയ്യാനുള്ള ഇതില്ല അല്ലേ? ഇതിങ്ങനെ ഉണ്ടാക്കലേ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കലേ. അപ്പം ഇനി അടുപ്പത്ത് ഇതിലെടുത്തുകൊണ്ട് അങ്ങോട്ട് വെക്കാം. അപ്പോൾ ചിക്കൻ കറി ഇത് തേങ്ങ അരച്ച് വയ്ക്കാൻ ഇവിടെ ഒന്ന് തിളച്ചാൽ പൊയ്ക്കും. ചായ ഇവിടെ റെഡിയാക്കി വയ്ക്കണേ. ചായക്കുള്ള ഇതാ പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ ഐറ്റംസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യണേ. കാരണം ഇതൊക്കെ പെട്ടെന്നുള്ള പരിപാടികളാട്ടാ. പെട്ടെന്ന് ആദ്യം ഒരുമിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. മാറും. അപ്പൊ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യണ നല്ലതന്നെയാണ്. പ്രായം കൂടും തോറും ഇന്നലെ രായ്ക്ക് നിങ്ങള് ഉയിന്ന് തന്നെ പറയണേ. സത്യം പറഞ്ഞ കറക്റ്റാണ്. ഇന്നിപ്പോ മുഹറത്തിന് ഒരു കോമഡി ഇതിന്റെ അടി കൂടി കഴിഞ്ഞിരിക്കണ. അതുകൊണ്ടാണ് അതല്ലേ മുഹറത്തിന് മീറാജിന്റെ നോമ്പ് തുടങ്ങണത്. വീണ്ടും വരുന്നത് ഓണം കാണിക്കണ്ട, ഓ നമ്മളെ പെൺകുട്ടിയാണ്. പിന്നെ എന്താണ്, അപ്പൊ അടുത്ത ഒരു അപ്പം കൂടി ഉണ്ട് അല്ലേ? അടുത്ത ഒരു കലത്തപ്പം കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നോമ്പും കള്ളന്മാരും കള്ളത്തികളൊക്കെ ഇവിടെ വന്നുകൊണ്ട് ധൃതി പിടിച്ചിട്ടുണ്ട്. ഈ കള്ളത്തിയുണ്ട്. മോനിതാ ദർശന് വന്നിട്ടുണ്ട്. ഓക്കെ എവരിബഡി അസ്സലാമു അലൈക്കും. മോനു ലീവിന് വന്നാണ്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച കാലത്ത് പോവും. പിന്നെ നുണക്കുയിക്കുട്ടി ഇതാ ഇവിടെ ഉണ്ട്. ഇതാ പുഞ്ഞ അവൻ ചിക്കൻ, ഞാൻ പടച്ചൻ ചിക്കൻ അവിടെ ചിക്കൻ്റെ ഇവിടെ കിടന്ന് കറങ്ങണേ. അവിടെ ചിക്കൻ കൊണ്ടുപോയിക്കണേ, അവിടെ നിന്ന് കൊണ്ടുപോയിക്കണേ ചിക്കൻ. എന്നായിക്കോട്ടെ. ഞാൻ വിചാരിച്ചു ചിക്കൻ്റെ അവിടെ പോയി കറങ്ങണമെന്ന്. ചിക്കൻ അവിടെ നിന്ന് കൊണ്ടുപോയി.
ഞാൻ വിചാരിച്ചാണ് അങ്ങനല്ല. അപ്പൊ ചിക്കൻ ഇവിടെ ഇല്ല കേട്ടാ. അപ്പൊ അടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ഇതും കൂടിയാണ് കൊണ്ടുപോകട്ടാ. അല്ലോ പറയൂ. അപ്പൊ ഐറ്റംസുകളെല്ലാം മാളിനെ കൂടെ ഞാനും കൂടി ഹെൽപ്പറായി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനും കൂടി ഹെൽപ്പറായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കാര്യം നടക്കൂല. അപ്പൊ ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലേ, വളരെ അരമണിക്കൂറാണ് എല്ലാം റെഡി ആയത്. അടിപൊളി വറുത്ത ചിക്കൻ കറി, 5:30 ഞാൻ തുടങ്ങിയത്. പിന്നെ ഇറച്ചിപ്പത്തിരി, അതുപോലെ തന്നെ അതെ ചിക്കൻ ഫ്രൈ, മാങ്ങ ജ്യൂസ്, നമ്മൾ അതിന്റെ ഇടയ്ക്ക് കൊടുക്ക പോയി. പിന്നെ നാരങ്ങ വെള്ളം ഇവൾക്ക് മാളുവിന് എന്തായാലും നോമ്പ് മസ്റ്റാണ്. അപ്പൊ അതുണ്ട്. പിന്നെ നല്ല അടിപൊളി പാലറിഞ്ഞ ചായ ആവി പറക്കണേ. അപ്പൊ ഐറ്റംസുകളൊക്കെ അൽഹംദുലില്ലാ. ചിക്കൻ ഫ്രൈ ഉണ്ട്, പൊറാട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഇറച്ചിപ്പത്തിരി ഉണ്ട്, ബത്തക്ക ഉണ്ട്. പിന്നെ ഇന്ന് നോമ്പറക്കാൻ നമ്മളെ മോളൂസ് ഉണ്ട്. പിന്നെ വേറെ വിഷയം എന്താ വെച്ചാൽ അൽഹംദുലില്ലാ നമ്മളെ പിന്നെ മുഹറം 9 എല്ലാവരും മുത്തു ഒഴിക, മുത്തില്ല, മുത്തു അവിടെ ജോലി സ്ഥലത്ത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി കൂടാൻ പറ്റി. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ മോനും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി നോമ്പ് തുറക്കാൻ ഇരിക്കാനുള്ള പരിപാടി. ആദ്യം പറഞ്ഞാട്ടെ മൈക്കൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കണ നേരത്തെ വല്ലാതെ ഞാൻ സംസാരിക്കൂല. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന നേരത്തെ വല്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സംസാരിക്കും. ഇന്നിപ്പോ ഞാൻ ഫുള്ള് ധൃതിട്ട് പണിയെടുക്കുന്നേ. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറേ ഞാൻ സംസാരിച്ചിട്ടില്ല. ഭാവം കണ്ട് കസായം വെക്കുക. സംസാരം നിർത്താൻ നമ്മൾ കൊടുക്കും. അങ്ങനൊന്നുമില്ല. എല്ലാം ഒരു മണിക്കൂർ കൊണ്ട്. അപ്പോ ഞങ്ങള് നോമ്പറക്കാന് റെഡി ആയി. സത്യത്തിൽ ഞാൻ ഇപ്പൊ ഇത് പെട്ടെന്ന് ഇരിക്കാൻ പറ്റും തോന്നിയിട്ടില്ല. എന്താ കാര്യം, ഇത് അത്രയും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു 1/2 മണിക്കൂർ മുമ്പാണ് വന്നത്. ഒരു സ്ഥലം വരെ പോയിന്ന് ഞങ്ങളൊരു സ്ഥലം കാണാൻ വേണ്ടി പോയിന്ന്. നമുക്ക് വേണ്ടിട്ടില്ല, സ്ഥലം കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ എല്ലാരും കൂടെ പോയത്. ഞാൻ പറഞ്ഞ ആവൂല, എല്ലാം കൂടി മോൾ എല്ലാരും കൂടെ പോയിന്നത്. അപ്പൊ അതുകൊണ്ടേ നേരം വെക്കി. ഞാൻ പറഞ്ഞ ആവൂല ആവൂലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചോളിയാ. അങ്ങനെ ഞാൻ പറയാം. അപ്പൊ പെട്ടെന്ന് പറഞ്ഞില്ല അപ്പുറം പറയുമ്പോൾ പെട്ടെന്ന് ഇനി സമയം ബാക്കിയാണ്. അൽഹംദുലില്ലാ അത് കടി ഉണ്ടാക്കിയിട്ടില്ല, അല്ലാത്തൊക്കെ ഉണ്ട്. അപ്പൊ നാടൻ പൊറാട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നാളത്തെ വിശേഷങ്ങൾ നാളെ. പിന്നെ വേറെ കാര്യം, നമ്മള് മുഹറം 10 എന്താണ് ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുത്താല് ആ ഭക്ഷണത്തിന് വിശാലത ഉണ്ടാവും. 10 അപ്പൊ ഞാൻ നാളെ ആലോചിച്ച് നോക്കട്ടെ. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നണില്ല. നാളെ ഞാൻ എന്തേലും പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ ഞാൻ ഇന്നലെ കൊണ്ടുവന്നേ 3 കിലോ 100 വെക്കണ മാങ്ങ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വീട്ടിലെ സീറ്റിലുണ്ട്. അത് ഞാൻ മുഹറം 10 എനിക്ക് തരണ്ട്. പോരാ, ഇഷ്ടായില്ലേ? അതിന് പറയുമ്പോ ചിക്കോടെ അർത്ഥ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുടുംബത്തില് ഇപ്പല്ലാത്തവർക്ക് ഇമ്മാര് വാങ്ങിക്കൊടുത്താലും മതി. ഇത് ഈ സംഭവം നിന്നോട് പറഞ്ഞിട്ടില്ല. വില കൂടുതലാണ്. വില കൂടുതലൊന്നും ഞാൻ പറയില്ല. ഒരു ക്ലൂ തരാ. രണ്ടാമത് mbу. അതായത് മാളുവിന് റംബുട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. 300-350 രൂപയുടെ സമയത്തും എന്നോട് അറിയും, എന്നോട് വേണമെന്നൊന്നും പറയില്ല ആള്. റംബുട്ടാൻ നല്ല ഉണ്ടല്ലേ അവിടെ ഇവിടെയൊക്കെ, രസമാണല്ലേ. അല്ല വേണം, കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ അവസ്ഥ മോശമായിരിക്കും. അപ്പം ഞാൻ ദൈവം കേട്ട പിന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ ലോകത്തുള്ള പെരാളിലും മുഴുവൻ റംബുട്ടാണ്ട്. പക്ഷെ കടയിൽ ചെന്നാ റംബുട്ടാനെ. അപ്പൊ കുറച്ച് റംബുട്ടാൻ ഇവിടെ അടുത്ത വീട്ടില് നമ്മുടെ അടുത്ത സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും 3 തൈ വെക്കും ഞാൻ. അല്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇത് ആവശ്യമില്ലാത്തവരിറക്കേണ്ടത് മെയിൻ ചെയ്യാതെ താഴെ കിടക്കുന്നവരൊക്കെ. സത്യമാണ്, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്താണ് ഞങ്ങൾ ആ തൊടുവിൽ അവിടെ ഒഴിഞ്ഞെടുക്കേണ്ട പോയി അർത്തോളി എന്ന് പറഞ്ഞാൽ മതി. പോയി അർത്തോണ്ട് ഇന്നാണ് ഞാൻ 1 കിലോ കൊണ്ടുവന്നപ്പോൾ എന്നോട് തന്നെ 1 കിലോനെങ്കിലും വേണം പറഞ്ഞേ. അപ്പൊ ഇന്നെ കൊണ്ട് താങ്ങൂല. വീട്ടില് റംബുട്ടാണ്ടേ പറയാൻ വേണ്ടിട്ട് എനിക്ക് വേണം. ഞാൻ ഈ തൊടുവില് പുതിയ സ്ഥലം 3 റംബുട്ടാന്റെ തൈ ആദ്യം ഞാൻ വെക്കല് റംബുട്ടാന്റെ തൈയാണ്. അതേമാതിരി ഈ പെര കൂടി നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ ചിക്കു. ആദ്യം ആ ചിക്കുവിന്റെ മരം വെച്ച് നിറയെ അങ്ങോട്ട് പൂതി കട കഴിച്ചിട്ട് ചിക്കുവിന്റെ പൂതിയാണ് കെട്ട് ഇല്ലേ. ചിക്കുവിന്റെ പൂതി കെട്ടിട്ടപ്പോ അത്രക്കും ഞങ്ങള് തിന്ന്. പിന്നെ ഇപ്പോഴും
ഇനിയിപ്പോ വരുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല കാഴ്ച ഒരൊറ്റ ഈത്തപ്പായ ഉണ്ട് ആ ബർക്കത്തിന്. ഇനിയിപ്പോ പേപ്പിക്കണ്ട, നമ്മൾ ഈത്തപ്പായ ഏറ്റ് നോമ്പ് ഇത് 6 കഷ്ണാക്കാം. അള്ളാഹു ഹൈറാക്കട്ടെ കേട്ടാ. റസൂല് ഓൻ പറഞ്ഞേക്ക് മോനെ മുണ്ടൂല, ഓനെ തൊള്ള തുറക്കൂല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഓ ഞാനല്ലത് നിങ്ങൾ തലാത്തനെ ഓ മുണ്ടൂല, ഓ മുണ്ടീറ്റ് നിങ്ങൾ കാണൂല. ഓ മുണ്ടീറ്റ് നോക്കണ്ട. അടിപൊളി എഡിറ്ററാണ്, അടിപൊളി ക്യാമറമാനാണ്. അള്ളാഹു വയസ്സിന് എടുത്തിട്ട് ഒരു അക്കൗണ്ടന്റ് ഒക്കെ ആവാൻ പോണ ആളാണ്. എല്ലാരും പ്രാർത്ഥിക്കോട്ടെ. ഓനെ പറ്റി ഒന്നും നമ്മളാരും പറയാൻ പാടില്ല, അത് ഓനക്ക് ഇഷ്ടമല്ല. അതാണ് സംഭവം. പ്രായത്തിന്റെ ആണ്. മോനൊക്കെ നോക്കൊണ്ട് ഇങ്ങനെ ഞാനീച്ചിട്ട് നിൽക്കും, ആരുടാന്ന് ചോദിക്കും. മനസ്സിലായോ? മതി മതി പറഞ്ഞണ്ട എടുക്കണ്ടെന്ന്. എങ്ങനെയാണോ ഓന്? അപ്പൊ നമ്മുടെ യുവതാരങ്ങൾ അടിപൊളി. ഇത് കാണുമ്പോ തന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ യുവതാരങ്ങൾ ഇവിടെ ഉണ്ട്. എന്താ ചിക്കൻ ഫ്രൈ ഇതൊക്കെ റെഡി ഇപ്പൊ റെഡി ആക്കില്ല. ക്ഷീണണ്ടാ? ക്ഷീണല്ലോ മോൾസിന് ക്ഷീണണ്ടാ? മോനുവിനോ? കാരണം മോന് നോമ്പുണ്ട്, മോന് ക്ഷീണം ഉണ്ടാവും. ഇത് എന്തൊക്കെ തിന്ന്? അപ്പൊ എല്ലായിടത്തും ബാങ്ക് കൊടുത്ത് ഞാനിതാ എനിക്ക് ഈത്തപ്പഴം നമുക്ക് ഉണ്ടാവല്ലേ ഈത്തപ്പഴം ആവശ്യം കഴിഞ്ഞ ജ്യൂസ് എങ്ങനെ അടിപൊളിയല്ലേ? എന്റെ നാരങ്ങളോ എന്റെ നാരങ്ങളോ അതിന്റെ ആദ്യം ഒന്ന് കുടിക്ക് കേട്ടോ. കൊതുവിന്റെ കളികളല്ലോ പലരും. നാരങ്ങളും ആർക്കും നാരങ്ങളും വേണം? കുട്ടിമോനെ നാരങ്ങളും വേണം? ജ്യൂസ് വേണം. ഇനി അവിടെ ഉണ്ടിട്ടാ ഈ ഒരു പ്ലേറ്റിന്റെ കുട്ടികളെ ഞങ്ങൾ എങ്ങനെയുണ്ട്? ഇറച്ചിപ്പത്തിരി കഴിച്ചോണ്ടിരിക്കട്ടാ. ചട്ടിപ്പത്തിരി എങ്ങനെയുണ്ടോ? ചട്ടിപ്പത്തിരി എന്ന് വെച്ചാല് അടിപൊളിയാണ്. ഞങ്ങൾ ശരിക്കും മതിയാവോളം കഴിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ നോമ്പിനെ ഇവിടെ ഞങ്ങൾക്ക് പണിയെന്ന് ഒരു മുതൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഈ ഇറച്ചിയും പത്തി ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കൂടുതലൊന്നും ഉണ്ടാക്കൂലായിരുന്നു ഇല്ലേ? എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ സുഖമില്ലായ്മ അതുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ മുമ്പത്തെ പോലെ ഞങ്ങൾ പൂതിയാണ് കിടത്തിയത് ഇല്ലേ? അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് മുഹറം 10 ആണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോ ഇന്ന് എന്നുള്ളതാണ്. അത് എടുത്തപ്പോ ഇങ്ങനെ പൊട്ടിയതാണ്. തിന്നോ അങ്ങനെ തിന്നോ. നമ്മള് കഴിക്കും. അതങ്ങനെ പിച്ചി പൊളിച്ചപ്പോ എങ്ങനെയാ? എങ്ങനെയുണ്ടായിരുന്നു മോൾസേ? സൂപ്പർ. എന്താ പറഞ്ഞു? തിന്നപ്പോ പൊന്നു ഇഷ്ടായില്ല? എങ്ങനെയുണ്ട് സാധനം? ഒപ്പൊളിയല്ലേ? അപ്പൊ ഇനി നാളെ ഉണ്ടാക്കാൻ പറയും മാനൂട്ടാ. വിടില്ല എന്നറിയണം. അപ്പൊ പൊറാട്ട ഇത് പിന്നെ എന്താണ് അതിന്റെ ദോശ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മസാല ഉണ്ടാക്കി അധികം സമയമില്ലല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാം. കുറഞ്ഞ സമയം കൊണ്ട്. എന്താണ് കുട്ടിമനെ? മുരിക ഇതാണ് ചിക്കൻ. അപ്പൊ അടിപൊളി. ഈ പൊറാട്ട കറിയും കഴിക്കാൻ ഞങ്ങൾ ചൂടുള്ള ചായ. ഓക്കെ. അങ്ങനെയുണ്ട് കറിയും ചിക്കനൊക്കെ. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട കറി കഴിഞ്ഞാൽ കൂടുതൽ കറി വേണം. ചിക്കൻ എങ്ങനെയുണ്ട്? കറി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയാനേ. ഇത് മാളൂന് എന്റെ ഫ്രണ്ടിന് വെച്ചങ്ങാണ്ട് പൊക്കി പറയുന്നൊന്നും ആരും കമന്റ് ചെയ്യണ്ട. ഇതിലുള്ള സത്യാവസ്ഥ പറയണം. അൽഹംദുലില്ലാ അടിപൊളി കറി. ഇന്ന് ഒന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കറിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡിഫറെന്റ് ആയതാണോ നമുക്കറിയില്ല. സൂപ്പറാണ്. മാറിക്കോളും. ഡിഫറെന്റ് ആയതാണോന്ന് വെച്ചാല് തേങ്ങ വറുക്കാൻ നേരമില്ലാത്തോണ്ട് തേങ്ങ വറുത്തിട്ടില്ല. അല്ല ഇതങ്ങനല്ല, ഇത് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടാക്കിയത്. അപ്പൊ അടിപൊളി. നോമ്പിനൊക്കെ നമ്മളെ കൂടെ ഉള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കും. നല്ല അടിപൊളി ഉണ്ടാക്കൂലേ? അതെ. അൽഫാമിന്റെ ഒരു ചോയൊക്കെ ഉണ്ട് മസാലക്ക് ഇതിന് ചിക്കൻ. കുട്ടിമോൻ പറഞ്ഞു കേട്ടില്ല? കുട്ടിമോൻ പറഞ്ഞു പക്ഷെ പിന്നെ പറഞ്ഞിട്ടില്ല മോനെ. മോനെന്താ പറയാ? മോൾക്ക് ഇഷ്ടമായാ? എന്റെ പൊന്നിനോ അവിടെ കാലിമെന്ന് കൊടുന്ന വെച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ട്. കണ്ടിട്ട് ആരും ഒന്നും പറയാനിട്ടാ അല്ലേ? അത്രക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങള് ഫുഡ് കഴിക്കണം. കണ്ടില്ല നിങ്ങള്? ഇതാണ് ഞങ്ങൾ ഇന്നത്തെ മുഹറം 9. നാളെ അൽഹംദുലില്ലാ നല്ലപോലെ നോമ്പ് തുറക്കാൻ നമുക്ക് അടുത്ത കൊല്ലം മുഹറം 9, 10
നമ്മൾ ഈ വീട്ടിൽ നോമ്പ് തുറക്കൂല, മനസ്സിലായോ? അപ്പോൾ അതിലൊരു ചെറിയൊരു വിഷമം ഉണ്ട്. എന്നാലും പക്ഷെ നമ്മള് റമദാൻ മാസത്തിൽ ഇതേപോലെ നോമ്പ് നമ്മൾക്ക് ചിന്ത ഉണ്ടായിരുന്നില്ല അല്ലേ? പെട്ടെന്നാണ്. പക്ഷെ അടുത്ത കൊല്ലം മുഹറം 9, 10 നമ്മുടെ പുതിയ വീട്ടിൽ നോമ്പ് തുറക്കാനുള്ള അള്ളാഹു എല്ലാവരും പ്രാർത്ഥിക്കൊണ്ട് അടുത്ത പ്രാവശ്യം. അതെ, അതിന് അള്ളാഹു ആവതാക്കട്ടെ. അടുത്ത മുഹറത്തിനില്ലേ പുതിയ വീട്ടില് നോമ്പ് തുറക്കുവാ, ഇത് തുറക്കൊണ്ടിട്ടാ. അപ്പൊ തീർച്ചയായും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. കുട്ടികളെ ദുആ ഒക്കെ പെട്ടെന്ന് തീരും. കേൾക്കും. എന്താ പറഞ്ഞേ? പിന്നെ എങ്ങനെയല്ലോ തോരക്കല്? നിസ്കരിച്ചിട്ട് പോലും ഓള്, പിന്നെ എങ്ങനെ ഓള് തോരക്ക? ഇപ്പൊ ഇന്ന് നിസ്കരിച്ചത് 100 മസറാണ്. സമയമാണുള്ളൂ. നിസ്കാരത്തിന്റെ സമയം എന്നോട് പറയണേ ഇപ്പൊ മൂന്നൂർ തുണിങ്ങണ്ടി വരും അറിയണം. എവിടെ ഇല്ലെങ്കി ഇല്ല മോട്ടിയാ അല്ല എവിടെ ഇല്ലെങ്കി സോറി ഞാൻ ഇവിടെ ഇന്ന് രാത്രി ഓളയും പിടിച്ച് നിസ്കരിപ്പിച്ചാണ് ക്യാരറ്റ് കിട്ടിയാൽ കൊണ്ടുപോകണം. അല്ല ഓൾട്ടിയാ നല്ല കുട്ടിയാണ് ഓള്, നല്ല കുട്ടിയാണ്. ചില നേരം അപ്പൊ ഞങ്ങൾ ചായ അടിച്ചിട്ടാ. നല്ല കുട്ടിയാണ്. മോനുവിന്റെ കന്തൂറൊക്കെ നിസ്കാരക്കുപ്പൊക്കെയാണ് പൊന്നു നിസ്കരിക്കുന്നില്ലേ നമ്മളെ മോളൂസ് പൊന്നൂസ്. അപ്പൊ നോമ്പുറൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ റാഹത്തായി കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്വസ്ഥതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വസ്ഥതായിട്ട് ഇങ്ങനെ ഇരിക്കുക. ലൈവൊക്കെ കഴിഞ്ഞു. പിന്നെ കിടക്കാൻ പോവാൻ നിൽക്കുകയാണ്. പിന്നെ എന്താ പറയാ, കുറച്ച് മാങ്ങ വട കൊടുന്ന് വെച്ചിട്ടുണ്ടാവും, ചെത്തണം. അതിന് 2 ആൾക്കാർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ മുഹറം 9ന്റെ നാളെ 10ന്റെ വിശേഷങ്ങളായിട്ട് വരാം. അത് കുറച്ച് ഡിഫറെന്റ് തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അടിപൊളി വീഡിയോ ആയിട്ട് വരണ്ടേ. അപ്പൊ നിങ്ങൾ ഫാമിലി ചാനൽ കൊടുക്കുക, എല്ലാം ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യോണ്ടിട്ടാ, നിങ്ങളെല്ലാരും ലൈക്ക് ഇടുവോണ്ടി. കണ്ട് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളും കമന്റ് ഇടും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടാണ്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ തന്നെ ഒരു താല്പര്യമുണ്ട്, ജീവിക്കാൻ തന്നെ ഒരു താല്പര്യമുണ്ട്. ഭയങ്കര രസമുണ്ട്. നിങ്ങളെല്ലാരും സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഇതാ എന്തോ ഒരു സമാധാനം. ഞങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളൊക്കെ കമന്റ് വായിക്കുമ്പോൾ ഇതാ ഭയങ്കര രസമുണ്ട് വായിക്കുമ്പോ. എല്ലാരും ദുആകൾ, ഒരുപാട് ആൾക്കാർ ദുആ. അതുകൊണ്ടാവും എന്താ പറയാ, ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ഓരോന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ എന്താ പറയാ ഹൈറായ രീതിയിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു കുതിരത്താണ്. നിങ്ങൾ അങ്ങനെ ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഗുണങ്ങൾ ഉണ്ടാവും. അതുള്ളൂ. നല്ല ഒരാളോട് നല്ല വാക്ക് സംസാരിക്കണുണ്ടല്ലോ, അത് അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയൊരു മനുഷ്യന്റെ നിസ്കാരം ഓത്ത് കുറെ തഹജ്ജുദ് നിസ്കരിച്ച് കുറെ എന്താ പറയാ നിസ്കരിച്ച് ആ ആള് നല്ല നേരത്തെ നിസ്കരിച്ച ആളാണ് കാരണം. പക്ഷെ നല്ല വാക്ക് ഒരാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവന്റെ കഴിഞ്ഞ് ഒരാളെ നിസ്കാരത്തിനെക്കാട്ടും വലിയൊരു വിവാഹത്താണ് ഒരാൾക്ക് മനസ്സമാധാനം കൊടുക്കുക എന്നുള്ളത്. തളർന്നിരിക്കണവനക്ക് ഒരു തണലോ പൈസ അല്ല വാക്ക്. അത് പൈസനെക്കാട്ടും വിലണ്ട ഒരു വാക്ക്. ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എന്തൊക്കെയോ ഒരു മനസ്സമാധാനം ഉണ്ട്. എത്രപ്പോലും ഒരു കമന്റ് ആണെന്നറിയാം. നല്ല നല്ല കമന്റുകൾ വായിക്കുമ്പോ തന്നെ ഞാൻ ഒരു ദ്വാർക്കും അല്ലാ ഈ നല്ല വാക്കിന് അതിന് പ്രതിഫലം കൊടുക്കണേ. നല്ല വാക്ക് നമ്മളെ സമാധാനിപ്പിച്ചിന് ഒരുപാട് എന്ത് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടെങ്കിലും അതൊക്കെ നീ മാറ്റി കൊടുക്കണം. എപ്പോഴും മനസ്സുകൊണ്ട് തോർക്കുക. ഓരോ ലൈക്ക് ഇടുമ്പോൾ അതിന് ഞാൻ ആ വരുന്ന കമന്റിന് തിരിച്ച് ലൈക്ക് ഇടുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവും നിങ്ങൾക്കും വേണ്ടിയിട്ട്. ഇന്റെ പ്രാർത്ഥനയാണോ ആരെ പ്രാർത്ഥന നമ്മക്കിപ്പോ എന്നെ കാണുമ്പോൾ ഞാൻ നിസ്സാരനാണ്. എന്റെ പ്രാർത്ഥന അള്ള സ്വീകരിക്കുമെന്നോ നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കാൻ പറയാൻ പറ്റൂല. നമുക്ക് ആരും വില ഇടാൻ പറ്റൂല. അള്ളാന്റെ അടുത്ത് കിടക്കണ ഒരു കാര്യമാണ്. ആരും വിലയിരുത്താൻ പറ്റൂല. അപ്പൊ എന്താ പറയാ, നമ്മളെ മനസ്സ് എത്രത്തോളം നല്ലതാണ് അവിടെ പറ്റൂല. അപ്പൊ അങ്ങനെ അത് വായിക്കുമ്പോഴേ സന്തോഷങ്ങൾ അറിയിക്കാനാണ് നിങ്ങളെ ഓരോ കമന്റിനും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ മറുപടി ദുആ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നല്ലതേ വരുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളൊക്കെ ദുആ കൊണ്ടാണോന്നറിയില്ല ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഖൈറായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്താന്നറിയില്ല, ഒരു ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ജീവിതത്തിൽ ഒരു വൈത്തിരി വരുന്നുണ്ട്. ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ കടം വന്നൊക്കെ ഞങ്ങളെ നല്ലതിലേക്ക് കൊണ്ടുപോകാനാവും. ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടി, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല കുറെ ആൾക്കാരെ കിട്ടി.
അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ സന്തോഷങ്ങളെയും കൂടി അറിയിക്കണം. ഞങ്ങളെ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. പണമല്ല വലുത്. ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഒരു മനുഷ്യന്റെ വലിയൊരു ഇബാദത്താണ്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും അതിന്റെ ഒരു കൂലി അല്ലാതെ തെറ്റേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ മുഹറത്തിന്റെ ഇതിൽ ഞാൻ അന്തിക്ക് നിങ്ങൾക്കും വേണ്ടി ഓർക്കണം. ഞങ്ങൾക്ക് സമാധാനം തന്നീന്. ഒരുപാട് ആൾക്കാര് എനിക്ക് ഭയങ്കര ഒരുപാട് ആളുകൾ കുത്തിനോയിക്കുമ്പോ അത് നിങ്ങളെ കൂടി ഒരുപാട് ഇത് മനസ്സിന്ന് വരികയാണ്. അല്ല നമ്മളെ മനസ്സൊക്കെ നോക്കണം. നമ്മളെ മുഖത്തേക്ക് നോക്കൂല. നമ്മളെ മുഖത്തേക്കോ നമ്മളെ പുറത്ത് കാട്ടിക്കൂട്ടണതേക്കോ അല്ല നോക്കൂല. നമ്മളെ ഹൃദയത്തിൽ എത്രത്തോളം അല്ലാതെ നമ്മളെ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട് അത് അല്ല നോക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പറയാൻ കാരണം നമ്മൾ അത്രയും അനുഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും നല്ലതേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ല ശരിയാക്കി തരട്ടെ. അല്ല കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒറ്റ വിശ്വാസമുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ. നാളെ കാണാം.